നമസ്കാരം. വട്ടമേശയുടെ മുമ്പിൽ ഇന്നുള്ളത് മൂന്നാർ സമരത്തിൻ്റെ ബാക്കി പത്രം. മൂന്നാറിൽ സ്ത്രീ ജീവനക്കാർ തേയിലത്തോട്ടത്തിലെ ടാറ്റ തേയിലത്തോട്ടത്തിലെ സ്ത്രീ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ സമരം, ആ സമരം നേടിയെടുത്ത ഐതിഹാസികമായ വിജയം, ആ വിജയം കേരളത്തിലെ സമരങ്ങളെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെയും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. മൂന്നാർ സമരത്തിന് മുമ്പ്, മൂന്നാർ സമരത്തിന് ശേഷം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് മൂന്നാറിലെ തൊഴിലാളി സമരത്തിൻ്റെ ബാക്കി പത്രം. ഇനി നമ്മുടെ സമൂഹം എങ്ങനെയാണ് ഇത്തരം സമൂഹങ്ങളെ കാണുക, ഇനി നമ്മുടെ സമരങ്ങൾ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് PK ശ്രീമതി ടീച്ചർ, MP, പ്രൊഫസർ ഡോക്ടർ J. പ്രഭാഷ്, കേരള സർവകലാശാല പൊളിറ്റിക്സ് മേധാവി, കേരള സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലർ, പ്രശസ്ത മാധ്യമ പത്രപ്രവർത്തക സരിത മോഹനൻ വർമ്മ, J. അജിത് കുമാർ, വീക്ഷണം ദിനപത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ. വളരെ ആകസ്മികമായും പെട്ടെന്നാണ് ടീച്ചർ ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, ഒരു ആസൂത്രണവും ഇല്ലാതെ, ഒരു ട്രേഡ് യൂണിയൻ പശ്ചാത്തലവും ഇല്ലാത്ത കുറേ ചെറുപ്പക്കാരായ സ്ത്രീകൾ നടത്തിയ സമരം, നേതൃത്വം കൊടുത്ത സമരം. പക്ഷേ ആ സമരത്തിൻ്റെ ഓരോ നിമിഷവും അളന്നു മുറിച്ച രീതിയിലാണ് മുന്നോട്ട് പോയത്. അവർക്ക് വെള്ളം കൊടുക്കാനും ആഹാരം കൊടുക്കാനും ആളുണ്ടായിരുന്നു. അവരുടെ മുദ്രാവാക്യങ്ങൾ, എഴുതി തയ്യാറാക്കിയ മുദ്രാവാക്യങ്ങൾ, അത് ടാറ്റയുടെ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തരായ മാനേജ്മെൻറ്റ് വിദഗ്ധരാണ്. അവരോട് നെഗോഷിയേറ്റ് ചെയ്യാൻ, അതിന് മുമ്പിൽ ചർച്ചയ്ക്ക് പോയിരിക്കാൻ, വിദഗ്ധമായി അവരുടെ കേസ് വാദിക്കാൻ ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് കഴിഞ്ഞുവെങ്കിൽ എന്തായിരുന്നു അവരുടെ മനസ്സിലെ തീയിൻ്റെ ശക്തി? അതാണ് ഒരു സാധാരണ മലയാളിക്ക് ഇന്നുണ്ടാകാവുന്ന സംശയം. നമ്മൾ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. പണ്ടേ പറഞ്ഞു കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട്, അളമുട്ടിയാൽ ചേരയും കടിക്കും. എത്രയോ കാലമായി അടക്കി വച്ചിരുന്ന രോഷം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ചില സമീപനങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം ഉരുണ്ടുകൂടി അവരനുഭവിക്കുന്ന അങ്ങേയറ്റത്തെ ദൈന്യം നിറഞ്ഞ ജീവിതവും പ്രയാസവും ദുരിതവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ശരിയായ രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ള തോന്നലും എല്ലാം കൂടി വന്നപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ എല്ലാം കയ്യിലിപ്പം മൊബൈലുണ്ട്. എത്ര ചെറിയ വരുമാനമാണെങ്കിലും അവരുടെ കയ്യിൽ മൊബൈലുണ്ട്. ഏതെങ്കിലും സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ തന്നെയും ആ മേഖലയിലുള്ളവർ ഇവരെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീകളാകെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരുമ്പെട്ടു എന്ന് പണ്ട് പറയുന്നത്, സ്ത്രീകൾ ഒരുമ്പെട്ടാൽ പിന്നെ ബ്രഹ്മനും തടുത്തൂടാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് സ്ത്രീകളെ പരിഹസിക്കാൻ വേണ്ടിയാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നതെങ്കിൽ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും അവർ പൊട്ടിത്തെറിക്കും എന്ന ഉറച്ച വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞാൻ മിനിസ്റ്ററായിരുന്ന സന്ദർഭത്തിൽ അവരുടെ ചെറിയ PHC ഒക്കെ അതിൻ്റെ തൊട്ടടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ഈ ലയങ്ങളിൽ പോകാൻ എനിക്ക് സാധിച്ചിരുന്നു. ഞാൻ അന്ന് ഞാൻ മന്ത്രിസഭയിൽ പറഞ്ഞിട്ടുണ്ട്, തോട്ടം മേഖലയിൽ അതൊരു കാര്യം അന്ന് ചെയ്തു. അന്നത്തെ ഗവൺമെൻറ് തോട്ടം മേഖലയിൽ എല്ലാവരും മിക്കവാറും APL ആണ്, BPL അല്ല. APL BPL വ്യത്യാസമില്ലാതെ അന്നത്തെ ഗവൺമെൻറ് അവർക്ക് 2 രൂപക്ക് അരി, 1 കിലോ അരി, 35 കിലോ അരി കൊടുക്കുകയുണ്ടായി ഒരു മാസം. ഇപ്പോഴതില്ല. അന്ന് ഗവൺമെൻറ് തീരുമാനമെടുത്ത് നടപ്പിലാക്കിയതായിരുന്നു. പക്ഷെ അവരുടെ ദൈന്യം എന്ന് പറഞ്ഞാൽ അവർക്കാകെ 4 5 കുടുംബങ്ങൾക്ക് കൂടി ഒരു ടോയ്ലറ്റ്. അവരുടെ ലയങ്ങളിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അവരുടെ അമ്മയും അച്ഛനും, പിന്നീട് അവരുടെ കുട്ടികളും കൗമാരപ്രായക്കാരായ കുട്ടികളും, ഒരുപക്ഷെ വിവാഹിതയായ മോളും, വേറെ എവിടെയൊന്നും ജോലി ചെയ്യുന്നില്ലെങ്കിൽ അവിടെ തന്നെ. ഇതെല്ലാം ഒരു മുറിക്കകത്ത് ഒരടുക്കളയും ഒരു മുറിയും, ഇതിൻ്റെ അകത്താണ് കഴിഞ്ഞുകൂടുന്നത്. അവരിന്ന് ലോകം കാണുന്നുണ്ട്. പണ്ടത്തെ തോട്ടം തൊഴിലാളി അല്ല ഇന്ന്. അവരിന്ന് ലോകം കാണുന്നുണ്ട്. അവർ ലോകത്തെമ്പാട് നടക്കുന്ന സമരം കാണുന്നുണ്ട്, പോരാട്ടങ്ങൾ കാണുന്നുണ്ട്, അവകാശ പോരാട്ടങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മുസ്ലിം സഹോദരിമാർ വരെ കൈ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ അവർ കാണുന്നുണ്ട്. പണ്ടത്തെ കാലല്ല ഇത്. അവരുടെ അവകാശങ്ങൾ, ന്യായവും മിതവുമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അവർ ദുരിതം നിറഞ്ഞ ജീവിതമാണ് അവർക്ക് നയിക്കേണ്ടി വരുന്നത്. മറ്റു മനുഷ്യരെ പോലെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഇതവരെ അലട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഒരു ഘട്ടം വന്നപ്പോൾ അവർ പൊട്ടിത്തെറിച്ചു. അവർ ഒന്നിച്ചു നിന്നു. അവർ തീരുമാനിച്ചിട്ടുണ്ടാവും,
എന്ത് വന്നാലും ഇതൊരു സഹന സമരം തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് നടു റോട്ടിൽ 10,000 കുത്തിയിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ തീക്ഷ്ണമായ സമരമാണ്, സഹന സമരമാണ്. അവരുടെ കുഞ്ഞുങ്ങളെയും പ്രായം ചെന്നവരെയും എല്ലാം വിട്ട് കൂലി ഇല്ലെങ്കിൽ കൂലി വേണ്ട, ഞങ്ങൾ തൊഴിലെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാൻ കാണിച്ച അവരുടെ ആർജവത്തെ വേറൊരു രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് സ്ത്രീകളായതുകൊണ്ടല്ലേ? പുരുഷനായതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കോ? ഇല്ലല്ലോ. കാണിക്കുന്നത് ഒരു ട്രേഡ് യൂണിയന്റെ സാമർഥ്യം. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുണ്ടല്ലോ, അവർ നെഗോസിയേഷനിൽ വളരെ പരിചയം കിട്ടിയവരാണ്. അതൊരു സമരം നടത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അങ്ങനെ ഒരു സമരത്തിൻ്റെ ശാസ്ത്രം അറിയാതെ, ഒരു സമരത്തിൻ്റെ രീതി അറിയാതെ ഒരു പാവപ്പെട്ട ഒരു സംഘം സ്ത്രീകൾക്ക് ഇത് വിജയിപ്പിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്തിന് ട്രേഡ് യൂണിയൻ എന്ന ചോദ്യമല്ലേ ഇനി വരാൻ പോകുന്നത്? അല്ല, എന്തിന് ട്രേഡ് യൂണിയൻ എന്നുള്ള ചോദ്യത്തിൻ്റെ അപ്പുറത്ത് അവർ ട്രേഡ് യൂണിയനിൽ നിൽക്കുന്നതിൽ അവർക്ക് എതിർപ്പില്ല. പക്ഷെ അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ശരിയായ രീതിയിൽ അവർക്ക് കിട്ടുന്നില്ല. അത് തട്ടിപ്പറിച്ചെടുക്കപ്പെടുന്നു, അത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവരെ ചൂഷണം ചെയ്യപ്പെടുന്നു. ഈ ഒരു തോന്നലിൽ നിന്ന് എന്നാൽ പിന്നെ ഞങ്ങൾ തന്നെ അങ്ങ് ഇറങ്ങിക്കളയാം എന്ന തോന്നൽ അവർക്കുണ്ടായാൽ എന്താ തെറ്റ്? അങ്ങനെയുള്ള അത്രയും അനുഭവങ്ങളില്ലേ? ചിക്കാഗോവിലെ തെരുവീതികളിൽ ഒരു കാലത്ത് തുന്നൽ തൊഴിലാളികൾ, ലക്ഷക്കണക്കിന് വരുന്ന തുന്നൽ തൊഴിലാളികൾ വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് പോരാട്ടം നടത്തിയതും രക്തസാക്ഷിത്വം വരിച്ചതും ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? അതുപോലെ ഒരു ഐതിഹാസിക പോരാട്ടമാണ് യഥാർത്ഥത്തിൽ മൂന്നാറിൽ തോട്ടം മേഖലയിലെ നമ്മുടെ സഹോദരിമാർ ഒരാൾ പോലും ഒഴിയാതെ അവിടെ വന്ന് സമരം നടത്തിയത്. സമരം വിജയിച്ചു. ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. കേരളത്തിലെ എല്ലാ മേഖലയിലും, തോട്ടം മേഖലയിലെ തൊഴിലാളികൾ മാത്രമല്ല, എത്രയോ പിടിച്ച സഹോദരിമാരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ അധ്വാനം മുതലെടുക്കുക, എന്നിട്ട് അവരെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക, അവരെ ചൂഷണം ചെയ്യുക. ഇത് അവസാനിപ്പിക്കണം. അത് ട്രേഡ് യൂണിയൻ മേഖലയിൽ അവരുടെ നേതൃത്വം ഇവർക്ക് എന്തുകൊണ്ട് സ്ഥാനം കൊടുക്കുന്നില്ല? ഈ അധ്വാനിക്കുന്നത് ഇപ്പം കണ്ടില്ലേ, നമ്മൾ 2-3 പേര് നല്ല ലീഡർഷിപ്പ്. ഇവർക്കൊക്കെ ട്രേഡ് യൂണിയനിൽ ലീഡർഷിപ്പായിട്ട് വരാൻ പറ്റില്ലേ? പുരുഷന്മാർ മാത്രമാണോ? ഒരു 50% വരട്ടെ സ്ത്രീകൾ ട്രേഡ് യൂണിയൻ രംഗത്ത്. ഇതുപോലെ സ്ത്രീകൾ 90% ജോലി ചെയ്യുന്ന മേഖലയിൽ എൻ്റെ സുവ്യക്തമായ അഭിപ്രായം ഒരു 50% സ്ത്രീകളായിരിക്കണം ആ ട്രേഡ് യൂണിയൻ മേഖലയിൽ ലീഡർഷിപ്പ്. അതാണ് പ്രഭാഷ്. ഇനി ഇപ്പോൾ തൊഴിലാളി യൂണിയനുകളുടെ ആ ഒരു ഘടനയിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഒരു മാറ്റം, ഒരു പൊളിച്ചെഴുത്തുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, പൊളിച്ചെഴുത്ത് ഉണ്ടായില്ലെങ്കിൽ ട്രേഡ് യൂണിയൻ്റെ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രസക്തമായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. ഇതൊരു സ്വയം വിമർശനാർത്ഥം ഓരോ ട്രേഡ് യൂണിയനും രാഷ്ട്രീയ പാർട്ടികളും കണക്കിലെടുക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പം ജയ്ക്ക് പറയുകയുണ്ടായി ഇവിടെ ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവം. എനിക്ക് തോന്നുന്നില്ല ഇത് ആകസ്മികമായി ഉണ്ടാകിയ സംഭവമല്ല. ഇപ്പം ടീച്ചർ പറഞ്ഞത് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയ അനേകം വർഷത്തെ രോഷം, അവരുടെ ഈ ജീവിതത്തിൽ നിന്നാണ് അവർ ഈ മുദ്രാവാക്യങ്ങൾ കൊണ്ടുവന്നത്. അല്ലാതെ അവർ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നോ, അപ്പോൾ പ്രത്യയശാസ്ത്രമില്ലാതെ മറ്റ് പിന്തുണയില്ലാതെ ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് ചൂഷണത്തിനെതിരെ സമരം ചെയ്യാമെന്നുള്ള ഒരു തെളിവ് കൂടിയാണ് അവരിവിടെ പറഞ്ഞേക്കുന്നത്. ഒരു പുസ്തകവും വായിച്ചിട്ടില്ല അവർ. സമരത്തിനെക്കുറിച്ച് പുസ്തകം വായിക്കാതെ സമരം നടത്താം. കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അത്രത്തോളം രൂക്ഷമാണ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രകാരൻ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഈ ഭരണകർത്താക്കൾ ശ്രദ്ധിച്ച് ഫ്രഞ്ച് സൊസൈറ്റിയെ, അല്ലെങ്കിൽ പാരീസിലെ സൊസൈറ്റിയെ ഈ വിപ്ലവം തുടങ്ങുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വീക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകുമായിരുന്നു എന്നാണ് പറയുന്നത്. കാര്യം അവിടെ റൊട്ടി ഉണ്ടാക്കുന്ന കടകൾ, ബേക്കറികളെല്ലാം അടച്ചിട്ടു. ഫ്രഞ്ചുകാരൻ്റെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ റൊട്ടിയാണ്. റൊട്ടി ഉണ്ടാക്കാൻ വാങ്ങിക്കാൻ ആളില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഫ്രഞ്ച് റൊട്ടി കടകളെല്ലാം അടച്ചിട്ടു. അത് മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മൂന്നാറിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെ പ്രശ്നങ്ങൾ, ടീച്ചർ ഇവിടെ പറഞ്ഞ ഒരു വളരെ പ്രസക്തമായ സംഗതിയുണ്ട്. ഇത് മൂന്നാറിലൊന്നും മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ PDAയിലെ തൊഴിലാളികൾ, ഈ മറ്റ് സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന അസംഘടിതരായിട്ടുള്ള കോൺട്രാക്ട് ജോലിക്കാരുണ്ട്. 4,000-5,000 രൂപ കിട്ടുന്നു. അവർക്ക് ഇത്രത്തോളം പീഡനമില്ലെന്നുള്ളത് ഒഴിച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ട്. അപ്പം ഇത് ഒരു പോയിന്റിയറായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ട്രേഡ് യൂണിയനും എടുത്തില്ലെങ്കിൽ അവരുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളത് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ചിന്തയാണ് മൂന്നാർ നൽകുന്ന ഒരു സന്ദേശം, അതല്ലേ? അങ്ങനെ ആ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? ഇപ്പം ഞാനിപ്പോൾ ഡോക്ടർ പ്രഭാഷ് പറഞ്ഞപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാലത്ത് റാണി മേരി ആൻ്റോണിയറ്റിനെ ഗില്ലറ്റിൻ ചെയ്ത അതിൻ്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ട്, ഒരു ഫലകം വെച്ചിട്ടുണ്ട്. ഫലകം ഫ്രഞ്ചിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആശയം ഇതാണ്, അത് എല്ലായിടത്തും അത് യൂണിവേഴ്സലായിട്ടുള്ളൊരു സത്യമാണ്. അതിൽ
വഴിയിലുള്ള ഒരു ചെളിക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടി, ഒരു പുടൽ നിങ്ങൾക്ക് വേണ്ടി താണ്ടാൻ തയ്യാറല്ലാത്ത ആൾക്ക് വേണ്ടി മഹാസമുദ്രങ്ങൾ കടക്കുന്ന ആ പണി, ആ ജോലി നിങ്ങൾ നിർത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. തോന്നുന്ന ആ നിമിഷം എല്ലാവർക്കും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു നിമിഷമാണിത്. നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് നോക്കണം. ഒത്തുതീർപ്പ് 20% ബോണസിന് വേണ്ടിയാണ് ഈ സമരം ഉണ്ടായത്. പക്ഷെ ഉണ്ടായിരിക്കുന്നതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒത്തുതീർപ്പ് കരാറിൽ 8% ബോണസ് ഘടകം മാത്രമേ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ഇരുന്ന ആ വേദിയിൽ തീർപ്പാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് എക്സ്ഗ്രേഷ്യാണ്. എക്സ്ഗ്രേഷ്യ മാനേജ്മെൻറ്റിന് വിവേചന അടിസ്ഥാനത്തിൽ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ അത് അവർ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്നൊരു താഴോട്ടിറങ്ങലല്ലേ എന്ന് സംശയം. തൊഴിലാളികൾ സമരം ചെയ്യുന്ന തൊഴിലാളികൾ മുഴുക്കിയും ഓഹരി ഉടമകളാണ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ഉടമസ്ഥർ തന്നെയാണ്. സാങ്കേതികമായി കാരണം അവർക്ക് അതുകൊണ്ട് അവിടെ ഈ കമ്പനി ഈ പേരിൽ ഒരു സ്പൈസ് പ്രൊഡക്ഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഇവർക്ക് യാതൊരു വിവരങ്ങളും ഇവർക്ക് കിട്ടുന്നില്ല. അതിന് ഡിവിഡൻഡ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനൊന്നും കിട്ടുന്നില്ല. അതുപോട്ടെ, ഈ പറഞ്ഞ ടീച്ചർ പറഞ്ഞ ജീവിത സാഹചര്യങ്ങൾക്കപ്പുറം ഈ 231 രൂപയാണല്ലോ അവർക്ക് ദിവസക്കൂലി കിട്ടുന്നത്. അത് തന്നെ 21 കിലോ തേയില മിനിമം ഒരു ദിവസം രാവിലെ 7 മണി തൊട്ട് രാത്രി 6:30 വരെയുള്ള സമയത്ത് മിനിമം അത്രയും നുള്ളി ചാക്കിലാക്കി അത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഈ പറഞ്ഞ അത് കഴിഞ്ഞ് പിന്നെ അഡീഷണൽ കിട്ടുന്നത് ഇൻസെൻറ്റീവ് എന്നൊരു സംഗതിയുണ്ട്. ഇൻസെൻറ്റീവ് എങ്ങനെയാണ്? ഇൻസെൻറ്റീവ് പിന്നെ ഇതിന് മീതെ കൊടുക്കുന്ന അതിനുള്ളതാണ് ഇൻസെൻറ്റീവ്. പക്ഷേ ആ ഇൻസെൻറ്റീവ് തന്നെ അതിനകത്ത് ഈ മൂത്ത ഇലയുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് തള്ളാൻ, പക്ഷെ തള്ളുമ്പോൾ ആ ശതമാനം അവർക്ക് വേണ്ടെന്ന് വയ്ക്കും. അതാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരെ സൂപ്പർവൈസ് ചെയ്യുന്ന 3 പേരുണ്ട്. റൈറ്റർ, മാനേജർ, വേറെ 3-4 കാറ്റഗറിയിലുള്ള പുരുഷന്മാരാണ്. അവർക്ക് ഈ ഇൻസെൻറ്റീവിൻ്റെ ഇവർ കിട്ടുന്ന ഇൻസെൻറ്റീവ് അതിൽ മാറ്റമില്ല, അവർ കുറയുന്നില്ല. അപ്പം ലഘുവായ ജോലി ചെയ്യുന്നവർക്ക് ഇവരുടെ അത്രയും, ഈ പെസ്റ്റിസൈഡ് തെളിക്കുന്നവർ, ചെടികളെ ശുശ്രൂഷിക്കുന്നവർ ആയിട്ടുള്ള പുരുഷന്മാർ, പക്ഷെ കൊളുന്ന് നുള്ളുന്നവർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യം ഇത്രയും സമയം നിന്ന് ചെയ്യുന്നവർക്ക് അവർക്ക് കിട്ടുന്നു. എന്നാൽ അവർ ഒരുപക്ഷെ ഇവരുടെ ഭർത്താവോ ഒറ്റ ആയിരിക്കാം, അതൊന്നും വീട്ടിലേക്ക് എത്തും. ആ ഒരു ഘടകവും കൂടിയുണ്ട്. പലപ്പോഴും അവരവിടെ പറഞ്ഞ കാര്യങ്ങൾ പലരും അത് മിക്കവാറും അത് മദ്യഷോപ്പിലോ വീട്ടിൽ കുടുംബത്തിലേക്ക് അത് എത്തുന്നില്ല. അജിത് കുമാർ, ഇതിനകത്തൊരു പൊളിറ്റിക്കൽ എലിമെൻറ്റ്, ഒരു ട്രേഡ് യൂണിയൻ എലിമെൻറ്റ് ഇല്ലാതെ ഒരു സമരം നടത്തുന്നു, സമരം വിജയിക്കുന്നു. ഒരു പൊളിറ്റിക്കൽ എലിമെൻറ്റിൻ്റെ അഭാവം അത് കേരളത്തിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മൂന്നാർ തീർച്ചയായും ഒരു പാഠം തന്നെയാണ്. ഒരു രാഷ്ട്രീയ സങ്കല്പത്തിൽ തന്നെ അത് വലിയ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്. ഒരു ബദൽ രാഷ്ട്രീയ ഓൾട്ടർനേറ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു ആവിർഭാവം കൂടി ഈ സമരത്തിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പ്രത്യേകിച്ച് അത് ട്രേഡ് യൂണിയനുകൾ ഈ പറഞ്ഞതുപോലെ മുദ്രാവാക്യം വിളിയിലോ അല്ലെങ്കിൽ ആദ്യം അങ്ങ് തന്നെ പറഞ്ഞ പോലെ 10 ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് വെച്ചിട്ട് അതിൽ 2-3 കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയും അതിനു വേണ്ടി പോലും അവരെ ഈ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാർ മാനേജ്മെൻറ്റുമായിട്ട് റൗണ്ട് ടേബിളിലും അല്ലെങ്കിൽ അണ്ടർ ദി ടേബിളിലും ഉള്ള ഡീലും ഒക്കെ ഇതെല്ലാം കണ്ട് മടുത്ത ഒരു സമൂഹം, പ്രത്യേകിച്ച് അത് സ്ത്രീകളായി പോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഈജിപ്തിലൊക്കെ നടന്ന മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മൂന്നാറിലായതുകൊണ്ട് നീലക്കുറിഞ്ഞി വിപ്ലവം എന്ന് പറയാമെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ ഒരു ദിശാബോധം രാഷ്ട്രീയത്തിനും പ്രദാനം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരുടെയും കണ്ണു തുറക്കേണ്ട സമയമായിട്ടുണ്ട്. തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരുടെ മുദ്രാവാക്യങ്ങളിലോ അവരുടെ ഈ പറഞ്ഞ മാനേജ്മെൻറ്റിൻ്റെ ഫേവേഴ്സ് പറ്റി തൊഴിലാളികളെ വഞ്ചിക്കുന്ന എന്ന് തന്നെ പറയട്ടെ, ആ ഒരു നിലപാട് ഇനി വെച്ച് പൊറപ്പിക്കാൻ തയ്യാറല്ല എന്ന് ഈ പറഞ്ഞ 10,000-5000 സ്ത്രീകൾ തെരുവിൽ 9 ദിവസം കുത്തിയിരുന്ന് അവർ പറയാൻ ഉദ്ദേശിച്ചത് അതുതന്നെയാണ്. കേരള സമൂഹം അത് ഏറ്റെടുത്തു, നമ്മൾ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മിക്കവാറും എല്ലാ സംഘടനകളും അത് ഏറ്റെടുത്തു. ഞാൻ ഒരു കാര്യം കൂടി ശ്രീമതി ടീച്ചറിനെ ഞാൻ ഒന്ന് അനുമോദിക്കുക കൂടിയാണ്. അവിടുത്തെ സ്ഥലം, അതിനകത്ത് രാഷ്ട്രീയം കാണരുത് ദയവ് ചെയ്ത്, അവിടുത്തെ സ്ഥലം ലോക്കൽ MLA
അല്ലെങ്കിൽ അവിടെ തമ്പടിച്ചിരിക്കുന്ന തൊഴിലാളി നേതാക്കന്മാർക്ക് പോലും അവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ പുരുഷന്മാരെ പോലും അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ചെരുപ്പും പിന്നെ ചൂലുമായിട്ട് അവരെ എതിരേൽക്കുന്ന ആ ഒരു സമരമുഖത്തേക്ക് ചെല്ലാൻ ആർജവം കാണിച്ച അത് പക്ഷേ അത് പക്ഷേ ടീച്ചർക്ക് പോലും തുടക്കത്തിൽ കുറച്ച് റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നു എന്ന് തോന്നുന്നു. അതിന് ഞാൻ ടീച്ചറെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകകൂടി ചെയ്യും. ടീച്ചറെ കടമ ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയ്ക്ക് അല്ല ഒരു തൊഴിലാളി. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ കണ്ണൂരെ എം പിക്ക് ഇപ്പം മൂന്നാറിലെ ഇതിനകത്ത് വന്ന് രാഷ്ട്രീയം കളിക്കേണ്ട ഒരു കാര്യമില്ല. ടീച്ചർ അവിടെ വളരെ ശക്തമായി നിലയുറപ്പിക്കുകയും ശക്തമായി വർത്തമാനം പറയുകയും ചെയ്തു. അതൊരു പക്ഷേ സമരത്തിന്റെ ഒരു മുഹനയായി മാറി ശ്രീമതി ടീച്ചർ. തന്നെയല്ല ES ബിജിമോള് ആ സമരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സമരക്കാരുടെ ഇടയിൽ ബിജുമോൾ തന്നെ അങ്ങനത്തെ ഒരു തൊഴിലാളിയും കൂടിയാണ്. തൊഴിലാളി സ്ത്രീയുടെ മകളാണ്. അതേപോലെ തൊഴിലെടുത്തിട്ടുള്ള ആളും കൂടിയാണ്. പൊതുവേദിയിൽ ചാക്കിനകത്ത് ഈ തേയില നുള്ളി ഇടുന്ന ചാക്കിനകത്ത് കയറി വന്നൊരു പൊതുവേദി വന്ന് സീനുണ്ടാക്കിയ ഒരു നാടകം കളിച്ച ആളുകളുടെ അതാണ്. പക്ഷേ ശ്രീമതി ടീച്ചർ, ഇപ്പോൾ കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതും വളർന്നതുമൊക്കെ ഇതുപോലെയുള്ള സങ്കീർണമായ തൊഴിൽ സമരങ്ങളിലൂടെയാണ്. അന്നത്തെ സമര നേതാക്കന്മാർ, അന്നത്തെ സമരങ്ങളുടെ ഒരു ചരിത്രം, ആ സമരങ്ങളുടെ ഒരു ഗതി, ആ സമരം കേരള സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ, അതിൽ നിന്ന് നമ്മുടെ തൊഴിലാളി യൂണിയൻ നേതാക്കൾക്കുണ്ടായ ഒരപജയം. ഞാൻ ഏതെങ്കിലും ഒരു യൂണിയനെയോ ഏതെങ്കിലും പാർട്ടിയോ പേരെടുത്ത് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ തൊഴിലാളി യൂണിയനുകളും തൊഴിലാളി യൂണിയൻ നേതാക്കളും ഒത്തിരി താഴേക്ക് പോയിട്ടില്ലേ? അതാണ് ഒരു ഈ മൂന്നാർ സമരം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം അതല്ലേ? നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും കാലം മാറിയിട്ടുണ്ട്, ജീവിത സാഹചര്യം മാറിയിട്ടുണ്ട്. സഖാവ് AKG നയിച്ചിട്ടുള്ള പട്ടിണി ജാതിയെ സംബന്ധിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്, പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വീരോചിതമായ ജാഥ. ഞാൻ പറയുന്നത് മാറ്റത്തിൻ്റെ ചുവരെഴുത്തെന്ന് പറയുന്നത് വേണ്ടത്ര ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഈ മാറ്റത്തിൻ്റെ ചുവരെഴുത്തെന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു 10-40 കൊല്ലങ്ങൾക്ക് മുൻപ് സ്ത്രീകൾ ജോലി ചെയ്തത് വയലേലകളിലും തോട്ടങ്ങളിലും മറ്റ് പറമ്പുകളിലും മാത്രമായിരുന്നു. ഇന്ന് അതല്ല.